പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചോദ്യോത്തരവേള റദ്ദാക്കിയിരിക്കുകയാണ്. സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ട്. പ്രതിപക്ഷത്തിനെതിരെ സ്പീക്കർ കൂടി ഇന്ന് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. സഭയിൽ തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാമെന്ന് ഗവൺമെന്റ് അറിയിച്ചു എന്ന് സ്പീക്കർ പറയുന്നു. ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം പക്ഷേ തയ്യാറാകുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ചർച്ച ചെയ്യാമെന്ന് സർക്കാർ ചർച്ച ചെയ്യാൻ പക്ഷേ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. പ്രതിപക്ഷം സഭാ നടപടികൾ ഇപ്പോൾ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ഈ ചോദ്യോത്തരവേള റദ്ദാക്കിയിരിക്കുന്നു. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. നമുക്കൊപ്പം റോഷിപ്പാലും സുനിഷയുമുണ്ട് നിയമസഭയിൽ നിന്നും. വളരെ നാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്നും സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പതിവ് പോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. എന്നാൽ മറുപടിയുമായി പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ എം ബി രാജേഷ് വരുന്ന കാഴ്ച, ഒപ്പം തന്നെ സ്പീക്കറും കൂടെ ചേരുന്ന കാഴ്ചയും നമ്മളിത് കണ്ടു. സഭയിൽ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തെ രൂക്ഷമായി പ്രതിപക്ഷത്തെ വിമർശിക്കുകയാണ് സ്പീക്കറും. റോഷിപ്പാൽ, ഇന്നലെ എം ബി രാജേഷും പി രാജീവുമാണ് പ്രതിപക്ഷത്തിനെതിരെ രംഗത്ത് വന്നതെങ്കിൽ ഇന്ന് സ്പീക്കറും ഒപ്പം പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററും പ്രതിപക്ഷത്തിനെതിരെ രംഗത്ത് വരുന്നതാണ് കണ്ടത്. ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സഭയിൽ ഗവൺമെന്റ് അറിയിച്ചു എന്നാണ് സ്പീക്കർ പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ പോലും ആ വിഷയം പ്രതിപക്ഷത്തിന് താല്പര്യമുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം എന്ന് ഗവൺമെന്റ് അറിയിച്ചു എന്നാണോ സ്പീക്കർ പറയുന്നത്? എന്തായിരുന്നു പ്രതിപക്ഷത്തിന് അതിനുള്ള മറുപടി? പ്രതിപക്ഷം അതിന് തയ്യാറാകാതെ ഇപ്പോഴും സഭ സ്തംഭിപ്പിക്കുകയാണോ റോഷിപ്പാൽ? അരുൺകുമാർ, ഇപ്പോഴും നടുത്തളത്തിൽ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം തുടരുന്നുണ്ട്. ബാനറും പ്ലക്കാർഡും ഉയർത്തിയുള്ള പ്രതിഷേധമാണ്. ആ പ്രതിപക്ഷം ഈ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇതിൽ മന്ത്രി വി എൻ വാസവന്റെ രാജിയാണ് പരിഹാരം, അല്ലാതെ ഇനി സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയ്ക്കകത്ത് ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ സഭയിൽ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതേസമയം സർക്കാർ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സ്പീക്കർ എൻ ഷംസീറിനെ അറിയിച്ചതായി സ്പീക്കർ ഇപ്പോൾ നിയമസഭയെ അറിയിച്ചു. അത് പലവട്ടം ഈ കാര്യം സ്പീക്കറെ സർക്കാർ തന്നെ അറിയിച്ചു. സർക്കാർ സന്നദ്ധമാണ്, സർക്കാരിന് ചർച്ചയ്ക്ക് താല്പര്യമുണ്ട്. അതേസമയം പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് ഖേദകരമെന്നാണ് സ്പീക്കർ പറഞ്ഞത്. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, സഭ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല, ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ലാത്ത പ്രവർത്തനമാണ് പ്രതിപക്ഷം നടത്തുന്ന കുറ്റപ്പെടുത്തലാണ് സ്പീക്കറുടെ ഭാഗത്തുണ്ടായത്. നേരെ മറിച്ച് അവിടെ സംവാദവും ചർച്ചകളുമാണ് നിയമസഭയ്ക്ക് ഭൂഷണം, അഭികാമ്യം എന്ന നിലപാടാണ് സ്പീക്കർ എൻ ഷംസീർ ഇപ്പോൾ സഭയിൽ എടുത്തത്. ഏതായാലും പ്രതിപക്ഷം ഇപ്പോഴും സഭയ്ക്കകത്ത് പ്രതിഷേധം തുടരുന്നു. അങ്ങനെ ബഹളം ശക്തമായ സാഹചര്യത്തിലാണ് ചോദ്യോത്തരവേള വെട്ടിച്ചുരുക്കിയത്. ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ചോദ്യോത്തരവേളയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അത് ടേബിൾ ചെയ്യാനുള്ള നിർദ്ദേശമാണ് മന്ത്രിമാർക്ക് ഇപ്പോൾ സ്പീക്കർ നൽകിയത്. അങ്ങനെ അതിവേഗത്തിൽ സഭാ നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിയാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുക എന്ന തീരുമാനമെടുത്ത സഭയ്ക്കകത്ത് കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ സഭ ഇന്ന് പിരിയേണ്ടി വരും. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സ്പീക്കർ അതിവേഗത്തിൽ സഭാ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി കഴിഞ്ഞു. മന്ത്രിമാരോട് ടേബിൾ ചെയ്യാനാണ്, രേഖകൾ മേശപ്പുറത്ത് വെക്കാനുള്ള നിർദ്ദേശം നൽകി. അതിൽ ഇപ്പോൾ നിയമസഭയിൽ ഇനി കോളിംഗ് അറ്റൻഷൻ ഉണ്ട്, ശ്രദ്ധ ക്ഷണിക്കലുണ്ട്. അതിനപ്പുറത്തേക്ക് ചട്ടം 300 പ്രകാരമുള്ള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ധനവിനിയോഗ ബില്ലുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട പല നടപടിക്രമങ്ങളും പൂർത്തിയാക്കാനുണ്ട്. പക്ഷേ ചർച്ചകളായി സാധാരണ നിലയിൽ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. കാരണം കടുത്ത പ്രതിഷേധമാണ് ഇന്ന് സഭയിൽ. ഡയസിന് താഴെ പ്രതിപക്ഷ MLA-മാർ കുത്തിയിരുന്നുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു. ആ കടുത്ത പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ MLA-മാർ കടന്ന സാഹചര്യം മാത്രവുമല്ല, ഭരണപക്ഷത്തു നിന്നും ഇപ്പോൾ പ്ലക്കാർഡ് ഉയർത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള സോണിയാഗാന്ധിയുടെ ഒപ്പം അടൂർ പ്രകാശിന്റെ ചിത്രങ്ങൾ ഭരണപക്ഷങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ, പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ അവർ അങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്. നേരത്തെ